ഇപ്പോൾ എമ്പുരാൻ എന്ന ഒരു മലയാള ചലച്ചിത്രത്തെ ചൊല്ലിയാണല്ലോ പല വിവാദങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 250 കോടി രൂപ മുതൽ മുടക്കി നിർമ്മിച്ച ഒരു ചലച്ചിത്രം സാധാരണഗതിയിൽ കേരളത്തിൽ ഓടിക്കഴിഞ്ഞാൽ 250 കോടി പോയിട്ട് അതിൻ്റെ ഒരു ലാഭം പോലും കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ മുഖ്യധാര പത്രങ്ങളിലെല്ലാം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഏറ്റവും വലിയ ന്യൂസ് എന്ന് പറഞ്ഞ എമ്പുരാനാണ്. ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനകത്ത് കാതലും ഉണ്ടായിരിക്കും. പക്ഷേ എന്നാലും നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഒരു കണക്കനുസരിച്ച് എത്ര പേര് സിനിമ കാണുന്നു എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 250 കോടി കളക്ട് ചെയ്തെടുക്കാൻ അതിൻ്റെ ലാഭം കൂടെ ചേർത്തിട്ട് കളക്ട് ചെയ്തെടുക്കണ ഒരു 350 കോടി അല്ലെങ്കിൽ 400 കോടിക്ക് മുകളിൽ പോയാൽ മാത്രമേ പറ്റുകയുള്ളൂ. പക്ഷേ കേരളത്തിലെ ചെറിയൊരു ഭാഷാ ചലച്ചിത്രമായ ഇതിന് അത്രയും കളക്ട് ചെയ്ത് അതിൻ്റെ വിവാദങ്ങളാണ്. പണ്ട് ഓഷോ എന്ന് പറഞ്ഞൊരു വിവാദ നായകനായ മുനി പറഞ്ഞതുപോലെ ഒരിക്കൽ ഒരാളുടെ അടുക്ക് ചെന്ന് പറഞ്ഞു, എനിക്ക് യാതൊരു പ്രാധാന്യവുമില്ല, സമൂഹത്തിൽ ഒരാളും എന്നെ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ വളരെ നല്ലവരായിട്ട് ജീവിച്ചിട്ട് എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല, ആർക്കും എന്നെ ഇഷ്ടമല്ല. അപ്പോഴത്തേക്ക് മുനി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ഇന്ന് മുതൽ നീ ഏറ്റവും നല്ലതെന്ന് കാണുന്ന കാര്യത്തെയും എല്ലാം അങ്ങ് ക്രിട്ടിസൈസ് ചെയ്തേക്കുക. ഒരാൾ പറയുന്നത് നീ അംഗീകരിക്കാൻ പോകണ്ട, എല്ലാം അങ്ങ് ക്രിട്ടിസൈസ് ചെയ്യുക, കണ്ണടച്ച് ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുക. അങ്ങനെ അവന് അന്ന് മുതൽ എല്ലാത്തിനെയും ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവനെ എല്ലാവരും ഇഷ്ടപ്പെടാൻ തുടങ്ങി, ഇവനെ സോപ്പിടാൻ തുടങ്ങി, ഇവന് വേണ്ടി എന്നും ചെയ്യാനായിട്ട് തുടങ്ങി, ഇവൻ വലിയ വിവരമുള്ളവനാണെന്ന് ധരിക്കാൻ തുടങ്ങി. ഏത് വിവരമില്ലാത്ത കാര്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പോൾ അങ്ങനെ ആയി. അത് വിടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞാൽ വിവാദങ്ങൾ ഉണ്ടാക്കി ചില കാര്യങ്ങളെ കൂടുതൽ ഹൈപ്പ് കൊടുത്ത് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു തന്ത്രമുണ്ട്. പലപ്പോഴും നമ്മൾ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിച്ചു പോകുമ്പോൾ പലരും നമ്മളെ അംഗീകരിച്ചില്ലെന്നൊക്കെ വരും. ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകരും ഫോളോവേഴ്സും ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഇച്ചിരി എരിവും പുളിയും ഒക്കെ ഉള്ള യൂട്യൂബിനായിരിക്കും കൂടുതൽ ആൾക്കാർ കിട്ടുന്നത്. ചിലപ്പം ഞാനിപ്പോൾ എന്നെപ്പോലെ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ഒരു ആവറേജ് വ്യൂവേഴ്സ് മാത്രമേ കാണത്തുള്ളൂ. അതിനകത്ത് ഹൈപ്പും കുറച്ച് കാര്യങ്ങളും ഒരു കാര്യമില്ലെങ്കിലും കുറച്ച് ഹൈപ്പും ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു എരിവും പുളിയൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിൻ്റെ ഹെഡിങ്ങിലൊക്കെ ഒരു എരിവും പുളിയൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു കണ്ടൻറ്റും ഇല്ലെങ്കിലും ആൾക്കാർ കാണും. ഇതാണ് വിവാദങ്ങളുടെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ വിവാദങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഇത് 250 കോടിയിൽ നിർമ്മിച്ച ചലച്ചിത്രം തീർച്ചയായിട്ടും അതിനകത്ത് കാര്യങ്ങളില്ലാന്നൊന്നുമല്ല, നല്ല സിനിമയൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു ആവറേജ് വ്യൂവേഴ്സിൻ്റെ സംഖ്യ വെച്ച് ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു ചലച്ചിത്രം ഓടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എമ്പുരാൻ്റെ ഈ വിവാദങ്ങൾ നമ്മുടെ BJPക്കാർ ഒരു തട്ടിൽ അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാർ മറ്റൊരു തട്ടിൽ BJPക്ക് അനുകൂലമാണ് പ്രതികൂലമാണെന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് കുറച്ച് കട്ട് കൊണ്ടുവന്നു, സിനിമയുടെ 13 ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി. അപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ ബുക്ക് ചെയ്തു. ഇപ്പോൾ ഇന്ന് തന്നെ 2 ലക്ഷത്തോളം ആൾക്കാർ ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ബുക്ക് ചെയ്തിട്ട് കാണാനായിട്ടിരിക്കുന്നു. അത് നീ കട്ട് ചെയ്യാതെ കാണാമെന്ന് വെച്ചിട്ട്. ഇങ്ങനെയാണ് വിവാദങ്ങൾ മാർക്കറ്റിങ്ങിൽ ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ്. പൃഥ്വിരാജ് സുകുമാരനും കൂടെ ചേർന്ന് നിർമ്മിച്ച ചിത്രം 250 കോടിയും കളക്ട് ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു. പക്ഷേ അതിൽ നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്.